ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ നാളത്തെ ചർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വിജയിക്കുവാൻ പോകുന്ന ഒരു ചർച്ചയാണോ, അതോ ഒരു പ്രഹസനമായി അവസാനിക്കുമോ? ഈ ചർച്ചയിൽ 10 കണ്ടീഷനുകൾ ഇറാൻ വച്ചിരിക്കുന്നതിൽ എത്ര എണ്ണം അമേരിക്കയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇസ്രായേലിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ചർച്ച നടത്തിയൊരു കാര്യമില്ല. ചർച്ചയിൽ വെച്ചിരിക്കുന്ന കണ്ടീഷനുകൾ, വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും, പക്ഷേ ഇസ്രായേലിന് കഴിയില്ല. ആ ചർച്ച പിന്നെ എവിടെ എത്താനാണ് പോവുക? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ ആക്രമിക്കരുതെന്ന് മാത്രമല്ല, സഖ്യകക്ഷികളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ, ഹമാസിനെ, ഹൂത്തികളെ ഒന്നും ആക്രമിക്കരുത് എന്നാണ് ഇറാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. അത് എത്രത്തോളം ഇറാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അമേരിക്കയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണം. ഞങ്ങളത് ഞങ്ങളുടേതായിട്ട് നോക്കും. ഇതിനുള്ള ഇൻ്റർനാഷണൽ സാങ്ഷൻസ് എല്ലാം ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരണം. UN-ൻ്റേതായാലും അന്താരാഷ്ട്ര അറ്റോമിക് എനർജിയുടേതായാലും കമ്മീഷൻ്റേതായാലും എല്ലാം ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഹോർമുസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വത്തായിരിക്കും. ഞങ്ങളതിനെ കൺട്രോൾ ചെയ്യുമെന്ന് മാത്രമല്ല, ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ അത് കപ്പം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കൈവശമാക്കുന്ന ഒരു സമ്പ്രദായം കൂടെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ അവർക്ക് കൂടുതൽ ബോധ്യമായി അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ കുത്തിന് പിടിച്ചതിന് തുല്യമാണ് ഹോർമുസ് കടലിടുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അവരെ ശ്വാസം മുട്ടിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെ പിടിപാടാണ്. അത് ഇറാൻ പിടിവിടാൻ സാധ്യതയില്ല. അവരത് വെച്ചിട്ടായിരിക്കും എല്ലാ ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നഷ്ടപരിഹാരം അതൊന്നും വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല. പക്ഷേ ഈ 3-4 കണ്ടീഷനുകൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് GCC രാഷ്ട്രങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. US-ൻ്റെ സൈനിക താവളങ്ങൾ മുഴുവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. 19 താവളങ്ങളും മറ്റുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് മാറ്റണം. ഇത് മാറ്റാൻ GCC രാഷ്ട്രങ്ങൾ സമ്മതിക്കില്ല. കാരണം അവരുടെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമായിട്ട് വരും. ഒരുപക്ഷേ UAE ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം US നഷ്ടപ്പെട്ടാലും ഇസ്രായേൽ വഴി അത്തരം ഒരു സെക്യൂരിറ്റി ബന്ധം അവിടെ ഉണ്ടാകണം. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഒരു പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ചർച്ച ഒരിക്കലും പൂർണ്ണമായി വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഈ കണ്ടീഷനുകളിൽ ഇറാൻ അയവ് വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സഖ്യ ചർച്ച ഫെയിലിയർ ആകാനാണ് സാധ്യത. വിജയിക്കണമെന്ന് കൂടുതൽ താല്പര്യം അമേരിക്കയ്ക്കുമാണ്. ചർച്ച വിജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇനി 2.5 ആഴ്ച കൂടുതൽ യുദ്ധം മുന്നോട്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിന് കഴിയില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അവർക്ക് കോൺഗ്രസിൻ്റേതടക്കമുള്ള പെർമിഷനുകൾ ലഭിക്കാത്തിടത്തോളം കാലം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. സാങ്ഷൻ ലഭിക്കാത്തിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഇസ്രായേലിനെ അതിനായിട്ട് അവർ ബലം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട്, ലെബനിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട് നെതന്യാഹുവിനെ വിരട്ടിക്കൊണ്ടിരിക്കുന്നു ട്രംപ്. പക്ഷേ നെതന്യാഹു, ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ചർച്ച നടത്താമെന്ന്. അല്ല, ഇറാനിലെ പുതിയ ഭരണകൂടത്തെ പറ്റിയാണ്. പഴയ ഭരണകൂടത്തേക്കാൾ തീവ്രമാണ് എന്നുള്ള രീതിയിലാണ്. അല്ല, അതാണ് ഇറാനെ പേടിപ്പിക്കുന്ന കാര്യം, ഇസ്രായേലിനെ പേടിപ്പിക്കുന്ന കാര്യം. കാരണം ചവിട്ടിയ പാമ്പ് ചില്ലറയല്ല, ഒന്നാന്തരം കരിമൂർഖനെയാണ് ചവിട്ടിയിരിക്കുന്നത്. മുമ്പാണെങ്കിൽ ഒരു അരിയിൽ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ ചവിട്ട് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. പത്തിക്കാണ് ചവിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് ഇസ്രായേലിലായിരിക്കും എന്നുള്ളതിന് അവർക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് അവിടുത്തെ ഒരു പ്രതിസന്ധി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ ചർച്ച പോവുക? പിന്നെ ഈ ചർച്ച, പാകിസ്ഥാനിൽ നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. വിദേശമന്ത്രി പറഞ്ഞത് ഇസ്രായേലിനെതിരെ പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ ആണെന്നാണ്. അങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നിഷ്പക്ഷതയുടെ കാര്യം കൂടി അവിടെ വന്നിട്ടുണ്ട്. അതാണ് പാകിസ്ഥാനെ ഒരിക്കലും ഒരു മീഡിയേറ്ററായിട്ട് ഇവരാരും കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ഒന്നാന്തരം ഒരു സീസ് ഫയർ ബ്രോക്കർ എന്നാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വിളിക്കുന്നത്. ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഒരു പോസ്റ്റ്മാനാണ്. വെറും പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കൊടുക്കുന്ന കത്ത് അബ്ബാസ് അരകാച്ചിക്ക് കൊടുക്കും, അരകാച്ചി തരുന്ന കത്ത് ട്രംപിന് കൊടുക്കും. ഈ പണിയല്ലാതെ വേറൊന്നും ഇപ്പം പാകിസ്ഥാന് ചെയ്യാനില്ല. പാകിസ്ഥാൻ്റെ റോൾ അത്ര മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മാൻ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു മീഡിയേറ്റർ ആവാനുള്ള യാതൊരുവിധ യോഗ്യതയും പാകിസ്ഥാനില്ല. എന്താണ് യോഗ്യത വേണ്ടത് ഒരു മീഡിയേറ്റർക്ക്? ഒന്നുകിൽ ഈ 2 കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ താൻ ഇന്നത് ചെയ്തെന്ന് പറയാനുള്ള ഒരു പവർ വേണം. ഇല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം വേണം. ഇത് രണ്ടുമില്ല. പവറും ഇല്ല, സ്നേഹബന്ധവും ഇല്ല. കാരണം ഇസ്രായേലിന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു,
പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് എൻ്റെ ചർച്ചയിൽ എന്താണ് അർത്ഥമെന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് തിരിച്ച് ക്യാൻസർ എന്ന് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മധ്യസ്ഥനാവാൻ കഴിയുക? പാകിസ്ഥാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇതിൽ മധ്യസ്ഥനാകാൻ പറ്റുന്നത് ഇന്ത്യക്ക് കഴിയും, റഷ്യക്ക് കഴിയും, പിന്നെ ചൈനയ്ക്ക് കഴിയും, വേണമെങ്കിൽ ബ്രസീലിനും അല്പമെങ്കിലും സാധിച്ചേക്കും. പക്ഷേ അമേരിക്കയുമായിട്ടൊന്നും അത് യോജിച്ച് പോകില്ല. അതുകൊണ്ട് ഇന്ത്യ, ചൈന, റഷ്യ, അതിൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുമായിട്ട് എന്തെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യ ഇതിനകത്ത് ഒരു സ്ട്രാറ്റജിക് സൈലൻസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇടപെട്ടാൽ എന്തെങ്കിലും ഒരു പരിക്കേൽക്കാതെ ഇതിൻ്റെ മധ്യസ്ഥതയ്ക്ക് പോയാൽ നമുക്ക് തിരിച്ചു വരാനില്ല. ഒന്നുകിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ശത്രുവാകും, ഇല്ലെങ്കിൽ ഇറാൻ്റെ ശത്രുവാകും, ഇല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളുടെ മുഴുവൻ ശത്രുവാകും. കാരണം ഇതൊരു ഒരു വല്ലാത്ത വൈതരണിയിലാണ് ഈ പിന്നെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. ഇതെല്ലാം കൂടെ കുരുക്കഴിച്ച് പരിഹരിക്കുക ബുദ്ധിമുട്ടാണ്. ഇതിലേറ്റവും എളുപ്പമുള്ളത് തൻ്റെ പിന്നെ തടി രക്ഷിക്കാനായിട്ട് ട്രംപിന് 2 ആഴ്ച കഴിയുമ്പം പതുക്കെ വിഡ്രോ ചെയ്യുന്നതായിരിക്കും അവസാനം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. പക്ഷേ അതുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. നീണ്ടുപോകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യുദ്ധം ഒരു പരിധിവരെ അവസാനിച്ചാലും സമാധാനം അകലെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ശരി, ശ്രീ ഐസക് ജോൺ, പാകിസ്ഥാനിലെ ചർച്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ MS വേണുഗോപാൽ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇതിലൊരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ല. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല റോൾ വഹിക്കാൻ ഉള്ള കെൽപ്പുള്ളത്, ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളതും ഇന്ത്യക്കായിരുന്നു, റഷ്യക്കായാലും ചൈനക്കായാലും. കാരണം ഇന്ത്യ ഇവരെല്ലാവരുമായിട്ട് ഈ പാർട്ടീസ് അറ്റ് സ്റ്റേക്ക് അല്ലെങ്കിൽ ഇതിലുള്ള വാറിംഗ് പാർട്ടീസും എല്ലാമായിട്ടും നല്ല ഒരു ബന്ധമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരിക്കലും അത്ഭുതകരമായ ഒരു നിസ്സംഗത ഇന്ത്യ കാണിച്ചു. മേ ബി ഇന്ത്യയുടെ മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും. കാരണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുക എന്നുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും. മാത്രമല്ല ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഇതിൽ കൂടി ഉണ്ടാകുന്നത്. കാരണം ഇത്രയും വലിയൊരു ഡയസ്പറയുണ്ട്, ഏകദേശം എത്രയോ മില്യൺസ് ഡയസ്പറ, 10 മില്യണോളം ഡയസ്പറ, 1 കോടിയോട് അടുത്ത ഇന്ത്യൻ പ്രവാസിയുടെ ഉള്ള ഒരു റീജിയനാണ്. ആ റീജിയന്റെ പ്രോഗ്രസ്സിലൊക്കെ ഇന്ത്യക്ക് വലിയൊരു സ്റ്റേക്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഓയില്, വിലക്കയറ്റ്, ഇതെല്ലാം. എന്നിട്ട് പോലും ഇത് കാണിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലരും അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഒരു കടങ്കഥയായിട്ട് നിൽക്കുകയാണ്. അതൊരു കാര്യം ആണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു വലിയൊരു ഡിഫൻസ് പാക്ട് ഉണ്ട്. പിന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.